ഹലോ ഗൈസ്, ഇറ്റ്സ് മീ കൃഷ്ണ രോഹിത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ബോക്സിനുള്ളിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മണ്ടയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വന്നപ്പോ ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് എടുത്തതാണ്. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇത് അയച്ചിരിക്കുന്നത് അമ്മയുടെ അച്ഛനാണ്. ഞാൻ വല്യച്ഛൻ എന്നാണ് വിളിക്കുന്നത്. ഫുജറ വല്യച്ഛന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. കൊച്ചുമോൾക്ക് കൊടുക്കണം. 4ാം ക്ലാസ്സിലെ ശേഖരണ ബുക്കാണ് കേട്ടോ. ഫുൾ നെയിം കൃഷ്ണ സുഗതൻ എന്നാണ് കേട്ടോ. എന്തോ കൃഷ്ണ എക്സ് എന്നൊക്കെ എന്റെ പണ്ടത്തെ ഇലശേഖരണം ഇവിടെ കുറെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ആമ്പയില, പിന്നെ ഇത് സർവ്വസുഗന്ധി ഇല, പിന്നെ ഇത് മുല്ലയില, പ്ലാവില, നാരകത്തിന്റെ ഇല, തേയിലയുടെ ഇല. ഈ തേയിലയുടെ ഇലയ്ക്കൊരു പ്രത്യേകത ഇവിടെ ഉണ്ടായിരുന്നതിന്റെ ഇലയാണ് കേട്ടോ. നെല്ലിയില, കുരുമുളകില, പഴുതനയുടെ ഇല, മാഞ്ചികത്തിന്റെ ഇല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഡാലി, ചെമ്പരത്തി, ഓർക്കിഡ്, തുമ്പയില, വിത്തുകളാണ്. മത്തൻ, ചീര, വിത്തുകൾ. അമ്മയാണ് എനിക്ക് ഇങ്ങനെ ഈ കവർണത്തൊക്കെ ആക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികം. അന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം ഉണ്ടാക്കിയ തട്ടേക്കാട് ബോട്ട് അപകടത്തിന്റെ ഒരു ന്യൂസാണ് ഈ കാണുന്നത്. ഇതാണ് ശേഖരണ ബുക്ക്. അമ്മ എനിക്ക് അതിന്റെ പേര് എഴുതി തരുന്നത്. മലയാള മനോരമയുടെ പഠിപ്പുര എന്ന് പറഞ്ഞിട്ട് ഒരു പങ്ക്തി ഉണ്ട്. അന്ന് പഠിപ്പുര ഞാനിങ്ങനെ ശേഖരിച്ചു വെക്കുമായിരുന്നു. അപ്പൊ അതിലാണ് സനിക എന്നതാണ്. ഇയർ അന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്നെ വീട്ടിൽ വിളിക്കുന്ന പേര് അന്നു എന്നാണ്. അത് ഞാനാണ്, ഞാൻ തന്നെയാണ് തരുന്നതാണ്. ശ്രീലക്ഷ്മി എന്നതാണ് എനിക്ക് തന്നത്. ഉമാലക്ഷ്മി ഐറ്റം. ഇതിനകത്ത് വേറൊരു ടിസ്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതാണ് ഇതും ഇല്ല, നമ്മള് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയെന്നുള്ള ഒരു ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് വെറൈറ്റി ആയിട്ട് എഴുതിയിട്ടുള്ള ഇതാണ് കേട്ടോ. വിദ്യ എഴുതിയതാണ്. വേറെ ആരെയും അടുത്ത് കാണിക്കുന്നില്ല, ഞാൻ ഒഴുത്തിനെ മാത്രം തൽക്കാലം കാണിക്കാം. എഴുതിയതാണ് ഇതാണ്. എനിക്ക് വേറെ മയിൽപ്പീലിത്താളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എപ്പോഴും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന ഞാൻ വായിച്ചു തരാം. ഡിയർ കൃഷ്ണ, പുഴ പോലെ ഒഴുകുന്ന ഈ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും നൽകിക്കൊണ്ട് മറ്റൊരു പകലുമായുന്നു. ഓർമ്മിക്കാൻ, ഓമനിക്കാൻ മധുര സ്വപ്നങ്ങൾ നേർന്നുകൊണ്ട് രോഹിത് ബിആർ. ഇവിടെ രോഹിത്തിന്റെ ഡ്രീം എന്തുവാണ് എഴുതിക്കുന്നത്? ഇന്ത്യൻ എയർഫോഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആള് നേഴ്സാണ്. അതിനൊന്നും ഇല്ലേ, പുതിയതുപോലെ ഇരിക്കുന്നുണ്ട്. 2ാം ക്ലാസ്സിലെ അവിടെ വെച്ചിട്ടുണ്ട്. CP സ്കൂളിനകത്ത് നമ്മുടെ ക്ലാസ് ഫോട്ടോ ഉണ്ട്. അല്ലാതെ നമുക്ക് ക്ലാസ് ഫോട്ടോ കിട്ടിയിട്ടില്ല. ക്ലാസ് ഫോട്ടോ ഇതിനകത്ത് എന്നെ രോഗത്തിന് കാണിച്ചു തരുന്നവർക്ക് ഞാൻ ഈസി ആയിട്ടുള്ള ടാസ്ക് ആണ്. കാണിച്ചു തരുന്നവർക്ക് ഞാൻ ചട്ടി ഷവർമ ഫ്രീ ആയിട്ട് തരുന്നത്. കോളേജിന്റെ നമ്മൾ ഇറങ്ങിയപ്പോൾ മാഗസിനാണ്. ഇതിനകത്ത് ഞാനില്ല, പക്ഷെ ഇതില് ഞാനുണ്ട്. ഈ നിൽക്കുന്ന ഞാനാണ് കേട്ടോ. ഭയങ്കരമായ ഭാഗമായിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. ഇത് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞങ്ങളുടെ പിള്ളേരുടെ ഒരു ഡയറിയാണ് ഇത്. ദേവൂട്ടി, ജാനൂസ്, ഇത് അമ്പാടി, കാശി, പിന്നെ ഇതൊക്കെ അവരുടെ കുറെ കലാസൃഷ്ടികളാണ് കേട്ടോ. നമുക്ക് പഠിച്ച സമയത്തുള്ള സാധനങ്ങളൊക്കെ. ഇത് നമ്മുടെ ധനുക്കുട്ടന്റെ ടീച്ചർ ഉണ്ടാക്കി കൊടുത്തൊരു സാധനം, ഡോഗിന്റെ. അതെനിക്ക് കൊണ്ട് തന്നത് എന്റെ ബാലരമ. ബാലരമയും ബാലഭൂമിയും. ഇതാണ് നമ്മുടെ 3 തലമുറ എന്ന് പറയുന്നത്. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കി കടിച്ചു വളർത്തണം, അങ്ങനത്തെ ഒരു ടൈപ്പ് ആളായിരുന്നു. അമ്മ എന്നെ അടിച്ച് പൊട്ടിക്കുമായിരുന്നു. എന്താ ഞാൻ പറയും മോളോട്? എന്നെ അടിക്കുമ്പോൾ അമ്മ വഴക്കൊക്കെ പറയുന്നത്. അമ്മാമയും വല്യച്ഛനുമാണ് എനിക്ക് ഏറ്റവും സപ്പോർട്ട് തരുന്ന ആൾക്കാർ. അറ്റാച്ച്മെന്റ് ഉള്ളത് അമ്മാമയായിട്ടാണ് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് മേടിച്ചൊരു ഉടുപ്പാണ്. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചോണ്ട് ഇത് വലിയ ശല്യമല്ലോ. വേറൊരു സാധനം ഇത് എന്റെ കുഞ്ഞിലത്തെ വളയും 28 കെട്ടിന് ഉള്ള 27 ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നു. ആദ്യമായിട്ട് അക്ഷരം പഠിക്കുന്ന സ്ലേറ്റ് ആണ്. അക്ഷരം പഠിപ്പിച്ചത് ബേബി ടീച്ചറാണ് കേട്ടോ. അപ്പൊ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡാൻസിന്റെ ഫോട്ടോ ഞാൻ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ദിവസം പോലും സ്കൂളിൽ ഇടാൻ തന്നിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ വിരിഞ്ഞ കിടക്കുന്ന ഫ്രോക്കായിരുന്നു. അതെനിക്ക് ഈ തൊപ്പി, നല്ല ഭംഗിയുള്ള തൊപ്പി, നല്ല രസമുണ്ട് ഈ തൊപ്പി. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേൻ. വെള്ള മാലാഖമാരെ കണക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും ഇതൊക്കെ എന്തിനാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് അന്നത്തെ ഒരു ഉടുപ്പ്. അന്നത്തെ ടീഷർട്ടുകളാണ് കേട്ടോ. ഇതിനൊരു ഷോർട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതിടാൻ ഭയങ്കര പിള്ളേരെന്നെ കളിയാക്കും. ബോയ് കട്ടായിരുന്നു ഞാൻ ചെയ്തത്. ഇതിടാൻ ഭയങ്കര മടിയായിരുന്നു. ഇവിടെ അമ്മയായിട്ട് ഭയങ്കര യുദ്ധമായിരുന്നു. ഇടാൻ പറ്റത്തില്ല. അപ്പോ നീ അവിടെ തകർത്തു അല്ലേ?
തകർത്തു തരിപ്പണമാക്കി. അമ്മ എന്നെ ഡാൻസ് പഠിക്കാനായിട്ട് കൊണ്ടുവച്ചത്. അപ്പൊ അവിടെ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. എന്റെ കുറച്ച് പഴയ സാധനങ്ങളാണ് ഇത്. എന്റെ പൗഡർ ഇടുന്ന ടിന്നാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും കാണരുത്. ഇങ്ങനെ സീലിംഗ് ബ്യൂട്ടി അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. അന്നത്തെ എന്റെ ഒരു കൂട്ടറായിരുന്നു. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഒന്നിച്ച് വാങ്ങിച്ചതാണ് അമ്മ. പക്ഷെ ഇത് രണ്ടും ഒരേ എന്നെ ശരിക്കും ശ്രദ്ധിച്ച് എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന്. ഇതാണ് എന്റെ അമ്മയുടെ അച്ഛന്റെയും കല്യാണ ആൽബം. ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി. ഇത് അമ്മയുടെ ഫോട്ടോ. ഇതാണ് അവരുടെ കല്യാണ ഫോട്ടോസ്. ഇതാണ് എന്റെ വല്യച്ഛൻ. ഇത് അമ്മയുടെ കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോ. ഇത് അച്ഛന്റെ കല്യാണം. ഈ ഫോട്ടോ കണ്ടിട്ട് പണ്ടുകാലം അമ്മ എന്നെ കളിയാക്കുന്നത് ഉണ്ടക്കണ്ണം ചെണ്ടത്തലയാണ്. ഇഷ്ടപ്പെടാൻ കാരണം ഇതെനിക്ക് അച്ഛൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയിട്ട് ആദ്യം ഹസ്ബൻഡ് വല്യച്ഛനും അമ്മ. ഞാൻ പോകുന്നു. ബൈ ബൈ. പോട്ടെ.